ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടു കാണും. നമ്മളൊരു എയർ കൂളറിൻ്റെ ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. ഒരു സംഭവം ഉണ്ടാക്കി നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ആ മൂപ്പൻ്റെ സ്റ്റാറ്റസിൽ നമ്മളിങ്ങനെ കണ്ടാണ്, ഫോട്ടോ കണ്ടാണ് ഒരു എയർ കൂളർ മൂപ്പര് ഉണ്ടാക്കിയതായിട്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് അബൂക്ക എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. ചെറിയൊരു രീതിയിൽ ആൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു എയർ കൂളർ. അപ്പോൾ നിങ്ങൾ കൂടി പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാൽ ഞാൻ മൂപ്പരെ കാണാൻ വന്നിരിക്കുകയാണ്. നമുക്ക് അപ്പോൾ ആ സംഭവം എയർ കൂളർ എന്താണ്, എങ്ങനെയാണ്, ഇപ്പോൾ നമുക്കിപ്പോൾ ചൂട് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു വീട്ടിലൊരു കൂളിംഗ് കിട്ടാനായിട്ടുള്ള ഒരു എയർ കൂളർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ അബൂക്ക എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്. നമുക്ക് അവർക്ക് ചോദിച്ചു വാട്സാപ്പിലെ സ്റ്റാറ്റസ് കൊണ്ട് ഒരു എയർ കൂളർ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടൊക്കെ വളരെ കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ അപ്പോൾ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു കാണാൻ വേണ്ടിയിട്ടാണ്. സാധനം ഇവിടെ തന്നെ ഉണ്ടില്ല. ഇതാണല്ലോ അതിന് പോകുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ സുഹൃത്താണ് അബൂക്ക. TV മെക്കാനിക്കൽ ടെക്നീഷ്യനാണ്. എന്ത് ഇലക്ട്രോണിക്സ് സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നേരാക്കാൻ പറ്റാത്ത സാധനമാണ്. ഭയങ്കര അപ്പോൾ നമ്മുടെ സാധനം ഉണ്ട്, ആൾ ഉണ്ടാക്കിയ സാധനം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അതിൻ്റെ ഫംഗ്ഷനും വർക്കിങ് എന്താണെന്നുള്ളതിനെ കണ്ടു. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് സാധനം. ഓക്കെ, നമ്മുടെ എയർ കൂളർ ഇതാണ്, ഈ കാണുന്നതാണ്. മഞ്ചട്ടി മേലാണ് ആൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അബൂക്കാങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, എന്താണെന്നുള്ളത്. അപ്പോൾ അബൂക്ക ഇതിനെ കുറിച്ചിട്ട് ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് കൂളിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ഇപ്പോൾ ഈ ഫാൻ വെച്ചിട്ടുണ്ട്, ഇതിനെന്ത് റേറ്റായി? ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്മുടെ പ്രേക്ഷകരൊന്നും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് എന്ത് റേറ്റ് എങ്ങനെ വരുമെന്ന് പറയാം. ഇത് നമുക്ക് വളരെ ഒരു ചുരുങ്ങിയ ഒരു ചെലവിൽ ഒരു സാധാരണ ഒരു ചെറിയ മുറിയിൽ ഒരു ചൂടില്ലാത്തൊരു അന്തരീക്ഷം ആ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും ആക്റ്റീവാണോ, കുഴപ്പമില്ല. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഒരു 500 രൂപയുടെ താഴെയാണ് ഇതിന്റെ കോസ്റ്റ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫാനാണ്. ഈ ഫാനിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് 220 രൂപയാണ്. 200 to 250 രൂപയുടെ ഉള്ളിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടും. പിന്നെ ഡയറക്റ്റ് AC ആണ്. ഡയറക്റ്റ് 12 വോൾട്ട് അല്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് AC. അപ്പോൾ ഇത് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഡയറക്റ്റ് AC കണ്ടോ. 12 വോൾട്ടിന്റെ ഫാൻ അല്ല, നമുക്ക് ഇതിന് അഡാപ്റ്റർ ഒന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് തന്നെ AC കണക്ട് ചെയ്യാനാണ് നമ്മുടെ അബൂക്ക പറയുന്നത്. 12 വോൾട്ട് ആകുമ്പോൾ നമുക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള അതിലെ ട്രാൻസ്ഫോർമറോ എന്തെങ്കിലും വീട്ടിലേക്ക് വെക്കാൻ വരും. സ്പീഡും കമ്മിയായിരിക്കും 12 വോൾട്ട്. ഇത് AC ആയതുകൊണ്ട് നല്ല സ്പീഡും ഉണ്ടാവും, ഒരു മാന്യമായിട്ടുള്ള സ്പീഡും ഇതിലുണ്ടാവും. 250 രൂപ വരുന്നുണ്ട് കേട്ടോ ഫാനിന്. ഇതിന് ഏറ്റവും മെയിൻ നമുക്ക് മൺചട്ടി. നമ്മള് പഴയ കാലത്തോട്ട് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൺചട്ടിയിൽ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ഞാനൊരു 10-18 ഹോള് ഇതിലിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായില്ല, ഇതിനകത്ത് ഡ്രില്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറെ ഹോൾസ് ഇട്ടിട്ടുണ്ട്. നമുക്കിത് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഈ ഫാനിന്റെ എയർ, ഈ ഫാനിന്റെ നേരെ തിരിച്ചാ വെച്ചിരിക്കുന്നത്. മുകളിൽ നിന്ന് എയർ വലിച്ചിട്ട് ഇതിൽ കൂടെ അടിയിൽ കൂടെ ഈ എയർ പുറത്തേക്ക് വിടാനായിട്ടാണ്. ഈ എയറാണ് നമ്മുടെ റൂമിലോട്ട് വരുന്നത്. അതുപോലെ ഇത് പകുതിയിൽ മേലെ ആയിരിക്കണം വെള്ളം ഹോൾ ചെയ്യാൻ. കാരണം ഞാൻ ഇതിന് പകുതി വരെ ഞാൻ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നാ പറയണേ. അതിന് മുകളിലാണ് ഈ ഹോൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് ഇതിന്റെ ഉൾഭാഗം കാണാൻ കഴിയും. പകുതി വരെ വെള്ളം ഫില്ല് ചെയ്ത് അതിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഐസ് ക്യൂബ്സ്. അപ്പൊ ഇതിന് തണുപ്പ്, ഇവിടെ നമ്മുടെ ഈ എയർ വരുന്ന എയറിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ഇതിനകത്തിട്ടുണ്ട്. ഐസ് ക്യൂബ് കാണുമ്പോൾ ചിലപ്പോൾ ഇത് ചട്ടിയിൽ തൊടുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ്. ശരിയാണ്, നല്ല നമുക്ക് ഈ ചട്ടി ഇങ്ങനെ നമുക്ക് ഈ ഒരു മൺചട്ടി ഇങ്ങനെ തൊടുമ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഐസ് ക്യൂബ് ഇട്ടതുകൊണ്ട് നല്ല കൂളിംഗ് ആണ്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാഗം ഒരിക്കലും ഒരു ഗ്യാപ്പ് ഉണ്ടാവരുത്. കാരണം ഇതിൽ നിന്ന് ഒരിക്കലും കാറ്റ് സ്പ്രെഡായി പോകരുത്. കാരണം ഫുള്ളായിട്ട് ഈ ചട്ടിക്കകത്ത് തന്നെ പോകണം. അതിനാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങൾ ഈ ഫാൻ കണ്ടല്ലോ, ഈ കാർബോർഡിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൈഡൊന്നും ഗ്യാപ്പ് ഉണ്ടാവില്ല. ആ വഴി എയർ പോകും. ഇങ്ങനെ വെച്ച സ്ഥിതിക്ക് എയർ കറക്റ്റ് ആയിട്ട് മുകളിൽ നിന്ന് എയർ വെച്ചിട്ട് താഴത്ത് കൂടെ വിട്ട് ഈ ഹോളിലൂടെ വരും. ഇതിനുള്ളിൽ വെള്ളമാണ്, വെള്ളത്തിന് കൂടെ ഐസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഐസിലും വെള്ളത്തിൽ ആ തണുപ്പുള്ള വെള്ളത്തിൽ തട്ടിയിട്ടാണ് ഈ എയർ പുറത്ത് വരുന്നത്. അപ്പൊ നല്ല കൂളിംഗ് ഉണ്ടാവും എന്നാണ് നമ്മുടെ അബൂക്ക പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം. അപ്പൊ അബൂക്ക നമുക്ക് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് ഈ ഫാൻ നല്ല സ്പീഡിൽ തന്നെ കറങ്ങുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇപ്പുറത്ത് കൂടെ എയർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എയർ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി തുണിയുടെ പീസോ കർച്ചീഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ? നല്ലോണം എയർ, നല്ല സ്പീഡിൽ എയർ വരുന്നുണ്ട്. ഈ എയർ നല്ലൊരു കൂളിങ്ങും ഉണ്ട്. ഓക്കെ, നല്ലൊരു കൂളിംഗ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഉള്ളിൽ തണുത്ത വെള്ളമാണ്. ഈ വെള്ളത്തിൽ തട്ടിയിട്ടാണ് ഈ എയർ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഈ എയറിന് നല്ല കൂളിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു ചെറിയൊരു കൂളിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മുകളിലത്തെ ഫാൻ സീലിംഗ് ഫാൻ ഇട്ട് കഴിഞ്ഞാലും റൂമിനകത്ത് ചെറിയൊരു കൂളിംഗ് ഉണ്ടാവും. ഓക്കെ, ഇതിൽ ഒന്നുകൂടെ എഫക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ടേബിൾ ഫാൻ ഇതിൽ ഫ്രണ്ടിലായിട്ട് വെക്കുക. അപ്പൊ ഈ കാറ്റ് പൂർണ്ണമായിട്ട് വലിച്ചിട്ട് ആ ഫാൻ ഫുൾ വന്ന് ഹീറ്റ് ഒട്ടുമില്ലാത്ത ഒരു കൂളിംഗ് ഉള്ള കാറ്റ് തന്നെ റൂമിലുണ്ടാവും. സഹിക്കാൻ വയ്യാത്ത അസഹനീയമായ ചൂട് വളരെ കുറവ് കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, കണ്ടല്ലോ. ഒന്നുമില്ല, ഒരു മൺചട്ടിയിൽ കുറേ ഹോള്, ഒരു ഫാൻ, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. വേറെ ഒന്നുമില്ല. അതിനകത്ത് ഫുള്ളായി വെള്ളമുണ്ട്, അതുപോലെ തന്നെ ഐസ് ക്യൂബ്സും ഉണ്ട്. ഐസ് ക്യൂബ്സ് വേണമെന്നില്ല, നമുക്ക് സാധാരണ കുറച്ച് തണുപ്പുള്ള വെള്ളം ഒഴിച്ചാലും മതിയാവും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അപ്പോൾ നമ്മുടെ യൂട്യൂബിനകത്തും അതുപോലെ തന്നെ ഫേസ്ബുക്കിനകത്തൊക്കെ ഒരുപാട് ഇതേപോലത്തെ വീഡിയോകൾ കാണുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ഫാൻ വെച്ച് ഉള്ളിൽ എന്താ പറയുക ഐസ് ക്യൂബെല്ലാം ഇട്ടിട്ട് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നല്ല. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ അബൂക്ക ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അബൂക്ക ഇങ്ങനെ കണ്ടു തന്നെയാണ് പരീക്ഷിച്ചത്. ഇപ്പോൾ നമുക്ക് ചൂടാണ്, ഓക്കെ, ഈ ഷോപ്പിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അബൂക്ക ഇത് കണ്ട് പരീക്ഷിച്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് നമുക്ക് അബൂക്കാനെ കൂടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇത് സാക്ഷ്യമാണോ, ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ, ഇങ്ങനെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്. നമ്മൾ ഒരുപാട് ഒത്തിരി വീഡിയോസാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലൂടെ എല്ലാം ഇങ്ങനെയുള്ള വീഡിയോകൾ ഇങ്ങനെ വൈറലാവുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും എന്താണ് ഇപ്പോൾ ഈ ഒരു സെറ്റപ്പ്, ഇപ്പോൾ അബൂക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെറ്റപ്പ് ഇതിൻ്റെ വീഡിയോകൾ തന്നെ നിറയെ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഞാനായാലും വീട്ടിൽ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതുകൊണ്ട് ഗുണമുണ്ടോ, അതോ വെറുതെ ടൈം സമയം കളയുക മാത്രമായിരിക്കും ഇതിൻ്റെ ബാക്കിൽ എന്നുള്ളത് നമുക്ക് അബൂക്കാനോട് ചോദിക്കാം. അബൂക്ക പറയുന്നത് ഇപ്പോൾ ഞാൻ കണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് തണുപ്പുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ചെറിയൊരു തണുപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് റൂം ഫുൾ കൂളാവുന്ന ഒരു സംശയമുണ്ട് തോന്നുന്നില്ല. അപ്പോൾ അബൂക്കാൻ്റെ അഭിപ്രായം എന്താ? ഒരിക്കലും റൂം ഫുള്ളായിട്ടുള്ള ഒരു കൂളിംഗ് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു ഹീറ്റ് കുറയാനുള്ള ഒരു സമാധാനം, നമ്മളൊരു ചെറിയ കൂളിംഗ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊരു ചെറിയൊരു സമാധാനം, ആശ്വാസം, അത്രയാണ്. പക്ഷേ പിന്നെ അത് 100% അങ്ങനെ ഭയങ്കര കൂളിംഗ് അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചത് ആരും ഇത് ചെയ്യാൻ നിൽക്കണ്ട. വെറുതെ ജസ്റ്റ് ഒന്ന് ഒരു കൂളിങ്ങിന് ഇപ്പോൾ നല്ലൊരു ഹീറ്റ്, സഹിക്കാൻ വയ്യാത്ത ഹീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കുറവൊക്കെ ഉണ്ട്, അതില്ലാന്ന് പറയുന്നില്ല, ചെറിയൊരു കുറവുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ റൂം ഒരു ഫുള്ളായിട്ട് ഒരു മറ്റേ ഹീറ്റ് കംപ്ലീറ്റ് പോയി എ സി പോലെ ഒരു കൂളിങ്ങോ, പിന്നെ എ സി ഉള്ളവരൊന്നും പരീക്ഷ കൊണ്ട് നോക്കണ്ട, വെറുതെ നിങ്ങളുടെ ടൈം കളയണ്ട. വെറുതെ ജസ്റ്റ് ഒരു കൂളിംഗ് എന്ന് പറഞ്ഞാൽ ചൂടില്ലാത്തൊരു ചെറിയൊരു കാറ്റ് കിട്ടും. പിന്നെ നമുക്ക് മനസ്സാണല്ലോ എല്ലാം കൊണ്ടും ഒരു ചെറിയൊരു തൃപ്തി, ഞാനും കൂളിങ്ങിന് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ട് ഒരു തോന്നല്ലേ, അത്രയല്ല നമ്മുടെ തൃപ്തിക്ക്, അത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നമ്മള് വീഡിയോ കൊണ്ടിട്ടൊന്ന് വെറുതെ ഒരുപാട് പൈസയൊന്നും മുടക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, ഓക്കെ. ഇതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുഴുവൻ ചൂടൊന്നും ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കമ്പനിക്കാർ ഇതുപോലുള്ള ഉപകരണങ്ങളൊക്കെ എപ്പോഴും അടിച്ചിറക്കി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇതിപ്പോൾ ആരും മാർക്കറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ എയർ കൂളറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് തന്നെ അറിയാം എത്രമാത്രം കൂളിംഗ് ആണ് ഇപ്പോൾ എയർ കൂളർ ഒരു നോർമൽ ഫാനിൽ നിന്നും വരുന്നത് എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് വേണമെങ്കിൽ അറിയായിരിക്കും, ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൂടെ നമുക്ക് സാധാരണ ടേബിൾ ഫാന് വെച്ചാൽ മതി എന്നാണ് എൻ്റെയും അബൂക്കാന്റെ നമുക്ക് സംസാരിക്കാനും ചെറിയൊരു ഗുണമൊക്കെ ഉണ്ടെന്ന് തന്നെ പറയാം. ടേബിൾ ഫാനിനെക്കാളും ചെറിയ ഗുണമുണ്ടാവും. അത്ര നമുക്ക് കാറ്റ് അങ്ങോട്ട് പോരാത്ത അത്രയ്ക്കൊക്കെ ഉണ്ട്. ചെറിയ ഫാൻ, ചെറിയ സിമ്പിളായിട്ട് ഒരു ചെറിയ റൂമിലോട്ട് വെറുതെ ഒരു ഇത്. പക്ഷെ ഇത് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയില്ല അത് ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ടൈം പാസ് പോലെ ചെയ്യുന്നവർക്ക് ചെയ്ത് നോക്കാം ഒരു കൂളിങ്ങിന് വേണ്ടി, അത്രമാത്രമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണമെന്നൊന്നും പറയുന്നില്ല, ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്, ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. സക്സസ് എന്ന് പറയാനായിട്ട് ഇതിനകത്തില്ല. ഒരു 25% ചെറുക്കിനൊരു കൂളിങ്ങും പിന്നെ ആരെങ്കിലൊക്കെ വന്നാൽ വീട്ടിലൊക്കെ കാണിച്ചു അതിനൊക്കെ തന്നെ ഇത് പറ്റുള്ളൂ, ഓക്കെ. അപ്പോൾ ഇനി വെറുതെ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ട് അതിന് വേണ്ടി നിങ്ങളുടെ സമയത്തിന് വെറുതെ കളയണ്ട, ഓക്കെ. അതന്നെ പറയുന്നത് തീർച്ചയായും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ SP Media Tech എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.